ഒരാളുടെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞാൽ അയാളുടെ ഫാൻസ് ബേസ് കുറയോ, ഒരു സെലിബ്രിറ്റിയുടെ ഫാൻസ് ബേസ് കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒരു സംഖ്യയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫാൻസ് ഫോളോയിങ് എല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. അതാണ് പല സെലിബ്രിറ്റീസും അവരുടെ രാഷ്ട്രീയ നിലപാട് തുറന്ന് പറയാത്തത്. അവർക്ക് ലൈം ലൈറ്റിൽ എല്ലാവരുടെ പ്രീതി, അതായത് എല്ലാ രാഷ്ട്രീയ കക്ഷികളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ എല്ലാം അവരുടെ ഒരു ആരാധകരായി ഇരിക്കുകയാണെങ്കിൽ അവർ രാഷ്ട്രീയ നിലപാട് പലപ്പോഴും തുറന്ന് പറയാതിരിക്കുകയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, വ്യക്തമായിട്ട് അവരെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞ് അതിൽ തന്നെ നിൽക്കുക എന്ന് വെച്ചാൽ അതിനെതിരെ ഒരു ഗഡ്സ് വേണം. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ ചെയ്തിരിക്കുന്നത് ഒരു ഗഡ്സാണ് സത്യം പറയുന്നത്. അതിന് നല്ലൊരു ഗഡ്സ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരുന്ന സൈബർ ബുള്ളിങ് ഒക്കെ കൂടുതലാണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയണോ വേണ്ടയോ എന്ന് എല്ലാ സെലിബ്രിറ്റീസും വളരെയധികം ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനമാണ്. പലപ്പോഴും പല സെലിബ്രിറ്റീസും തുറന്ന് പറയാറില്ല. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് പലരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് കരിയറാണല്ലോ പ്രധാനം. നമ്മൾ ഒരു കരിയർ സിനിമയോ സീരിയലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെലിബ്രിറ്റി ലെവലുള്ള ഒരു കരിയറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ നിലപാട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല.